നാളികേരത്തിന്റെ കാര്യം പറഞ്ഞപ്പോ കേരളം പറയുന്നു വിചാരിച്ചു. കേരളത്തിന്റെ പേര് തന്നെ ഉണ്ടായിട്ടുള്ളത് നാളികേരത്തിൽ നിന്നാണെന്ന് ഒരുപക്ഷെ ഇവർക്ക് അറിയോന്ന് അറിഞ്ഞൂടാ. കേരളമാണ് ആ നാളികേരത്തിന്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കപ്പെടുന്ന സംസ്ഥാനം. എന്നെ അവതരിപ്പിച്ച ബജറ്റ് വളരെ നിരാശാജനകമാണ്. ഇന്ത്യയെ ബാധിക്കുന്ന സംഗതികളാകട്ടെ, കേരളത്തെ ബാധിക്കുന്ന സംഗതികളാകട്ടെ, അർത്ഥശൂന്യമായ കുറെ വാക്കുകൾ ഉപയോഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇതിന്റെ പ്രവർത്തനത്തിനൊക്കെ പരമായി ചെയ്യാൻ ബാധ്യസ്ഥമായ പരിപാടികളെക്കുറിച്ചുള്ള ഒരു വർണ്ണപ്പൊലിമയുള്ള ചിത്രം വരച്ചു കാട്ടാൻ ശ്രമിച്ചു എന്നല്ലാതെ വസ്തുതകളെ ആഴത്തിൽ അപഗ്രഥിച്ചുകൊണ്ട് ഇന്ത്യയെ ബാധിക്കുന്ന, കേരളത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളെപ്പറ്റി കാഴ്ചപ്പാടോടുകൂടിയ ഒരു ബജറ്റേ അല്ല ഇത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്. കേരളത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത്, ഇപ്പൊ ധാതു സമ്പത്തോ അല്ലെങ്കിൽ കാർഷികയോ ഇൻഡസ്ട്രിയോ അതിനേക്കാളൊക്കെ ഉപരിയാണ് മാൻ പവർ എന്ന് പറയുന്നത്. മാൻ പവർ എന്ന് പറയുന്നതിനനുസരിച്ച് സൊസൈറ്റി നിങ്ങൾക്കറിയാം, എല്ലാ രംഗത്തും നമുക്ക് കാണാൻ കഴിയുന്നത് ഏറ്റവും താഴ്ന്ന ഒരു പരിഗണനയാണ് കൊടുത്തത്. ഹ്യൂമാൻ റിസോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യം. ഈ എക്കോണമി തന്നെ എന്ന് പറയുന്നത് നോളജ് ഡ്രൈവൺ എക്കോണമിയാണ്. നോളജ് ഡ്രൈവൺ എക്കോണമിയിൽ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നതിന് ആവശ്യമായ ഒരു കാഴ്ചപ്പാട് പോലും ഇതിൽ കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. വിദ്യാഭ്യാസ മേഖലയിലൊക്കെ വരുത്തേണ്ട മൌലികമായ മാറ്റങ്ങൾ, ആ മാറ്റങ്ങളെപ്പറ്റി യാതൊരു പരിഗണനയുമില്ല. മറ്റൊരു കാര്യം, ഈ നാടിന്റെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട മറ്റൊരു മേഖലയാണ് കാർഷിക മേഖല. കാർഷിക മേഖലയിൽ വരുത്തേണ്ട ധാരാളം പരിവർത്തനങ്ങളുണ്ട്. ആ പരിവർത്തനത്തെ പറ്റിയുള്ള ഒരു പരാമർശനം പോലും കാര്യമായിട്ട് ഇതിൽ വന്നിട്ടില്ല എന്നത് അത് യാഥാർത്ഥ്യമായിട്ടുള്ള സംഗതിയാണ്. അതുപോലെ തന്നെ തീരദേശവുമായിട്ട് ബന്ധപ്പെട്ട സംഗതികൾ, തീരദേശവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ രാജ്യത്ത് ഏറ്റവും സജീവമായി ചർച്ച നടക്കുന്ന കാര്യമാണ്. അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപജയങ്ങൾ, നാശങ്ങൾ, നിരാശങ്ങൾ, ഇവയെപ്പറ്റിയൊന്നും ഗൌരവതരമായിട്ടുള്ള ഒരു പരാമർശനം ഇതിന്റെ ഭാഗമായിട്ട് വന്നിട്ടില്ല. പിന്നോക്കം നിൽക്കുന്ന പ്രാന്തവൽക്കരിക്കപ്പെടുന്ന ജനവിഭാഗങ്ങൾ, ആ ജനവിഭാഗങ്ങളെ മുന്നോട്ട് നയിക്കുന്നതിന് ഉതകുന്ന ഏതെങ്കിലും ഒരു കർമ്മ പരിപാടി ഇതിൽ വിശദീകരിച്ചിട്ടില്ലെന്നതാണ് ഇതിൽ ഏറ്റവും ഖേദമുള്ള മറ്റൊരു സംഗതി. നമ്മുടെ നാട്ടിലെ മറ്റൊരു പ്രധാന സമ്പത്തും വരുമാന മാർഗവുമായിട്ടുള്ള വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന നമ്മുടെ ആളുകൾ, അവർക്ക് പലയിടത്തും തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. തിരിച്ചു വന്നുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ജോലി മിക്കവാറും നഷ്ടപ്പെട്ട് അവിടുത്തെ സ്വദേശവൽക്കരണത്തിന്റെ ഫലമായി അവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ജോലി തന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവരുടെ പുനരധിവാസം ഈ നാടിന് ഏറ്റവും വറി ചെയ്യുന്ന ഒരു സംഗതിയാണ്. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ക്രിയാത്മകമായ യാതൊരു പരിപാടിയും ഇതിന്റെ ഭാഗമായിട്ട് വന്നിട്ടില്ല. കേരളത്തിന്റെ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. നമ്മളെല്ലാവരും ഇന്ന് രാവിലെയും സംസാരിച്ചതാണ്. കേരളം ഏറ്റവും പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന എയിംസിന്റെ കാര്യത്തിൽ ഏറ്റവും നമ്മുടെ പ്രതീക്ഷ ഈ പ്രാവശ്യവും പൊലിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിഷേധാത്മകമായ യാതൊരു നന്മയുമില്ലാത്ത, അതേ സമയത്ത് ഊതി വീർപ്പിച്ച കുറെ വർണ്ണപ്പൊലിമയാർന്ന സങ്കല്പങ്ങൾ വാക്കുകളിൽ പറഞ്ഞു എന്നല്ലാതെ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരാനുള്ള യാതൊരു ആത്മാർത്ഥമായിട്ട് പരിശ്രമങ്ങളും ഇതിൽ നടന്നിട്ടില്ല എന്നത് വളരെ ഖേദകരമായ ഒരു സംഗതിയാണ്. കേരളം എന്ന ഒരു വാക്ക് ഒന്ന് പറഞ്ഞു കേൾക്കാൻ ഇന്ന് ലോക്സഭയിൽ ബജറ്റ് അവതരണ വേളയിൽ കേരളത്തിൽ നിന്നുള്ള എംപിമാര് ഒന്നടങ്കം പ്രതീക്ഷിച്ചെങ്കിലും നിരാശയായിരുന്നു. ഇതെല്ലാ തവണയും പറയുന്ന പോലല്ല, ഈ തവണ വളരെ വളരെ വ്യക്തമായിട്ടുള്ള, പ്രത്യക്ഷമായിട്ടുള്ള അവഗണനയാണ് കേരളത്തിനെതിരെ ഉണ്ടായിരിക്കുന്നത്. എയിംസ് ഇല്ല, വിഴിഞ്ഞമില്ല, ആയുർവേദത്തെക്കുറിച്ച് ചില പദ്ധതികൾ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞു. ആ കൂട്ടത്തിലെങ്കിലും കേരളത്തെ പരിഗണിക്കുമെന്ന് വിചാരിച്ചു. കാരണം കേരളം ഇന്ത്യ രാജ്യത്തെ ആകെ എടുത്താൽ ആയുർവേദത്തിന്റെ ഈറ്റില്ലവും പോറ്റില്ലവുമാണ് കേരളം. പ്രത്യേകിച്ച് കോട്ടക്കൽ പോലുള്ള കേരളത്തിലെ, അതുപോലെ മറ്റു പ്രദേശങ്ങളും ആയുർവേദത്തിന്റെ മാപ്പിൽ ലോകത്ത് തന്നെ അടയാളപ്പെടുത്തപ്പെട്ട ലോക മാപ്പിൽ കേരളമുണ്ട്. പക്ഷേ ഈ ബജറ്റിൽ അതും കണ്ടില്ല. മാത്രവുമല്ല, തീരദേശ വികസനത്തിന്റെ കാര്യത്തിൽ ഒട്ടേറെ പൊന്നാനി പോലുള്ള പ്രദേശങ്ങളിൽ പലതും ചെയ്യാമായിരുന്നു. അവിടെ ഒന്നും കേരളം പറഞ്ഞില്ല. നാളികേരത്തിന്റെ കാര്യം പറഞ്ഞപ്പോ കേരളം പറയുന്നു വിചാരിച്ചു. കേരളത്തിന്റെ പേര് തന്നെ ഉണ്ടായിട്ടുള്ളത് നാളികേരത്തിൽ നിന്നാണെന്ന് ഒരുപക്ഷെ ഇവർക്ക് അറിയോന്ന് അറിഞ്ഞൂടാ. കേരളമാണ് ആ നാളികേരത്തിന്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കപ്പെടുന്ന സംസ്ഥാനം. പക്ഷെ അവിടെയും കേരളം പറഞ്ഞില്ല. നാളികേരം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സംസ്ഥാനങ്ങളെന്നാണ് പറഞ്ഞത്. ആ കൂട്ടത്തിലും കേരളം പറഞ്ഞില്ല. അതുപോലെ കേരളത്തെ പറയേണ്ട പല ഘട്ടങ്ങളും കേരളത്തിന് നേരെ മുഖം തിരിഞ്ഞ സമീപനമാണ്. രാഷ്ട്രീയം നോക്കിയുള്ളതാണ്, രാഷ്ട്രീയ സാധ്യതകൾ നോക്കിയിട്ടുള്ളതാണ്. അല്ലാതെ അതോടൊപ്പം ഇടയ്ക്കിടെ എല്ലാവരുടെയും വികസനം എന്ന് ബജറ്റിൽ ബഹുമാനപ്പെട്ട ധനമന്ത്രി പറയുന്നുണ്ട്.
എല്ലാ വിഭാഗങ്ങളുടെയും എല്ലാ സമൂഹങ്ങളുടെയും ഒന്നിച്ചുള്ള അങ്ങനെയാണല്ലോ പറഞ്ഞു വരുന്നത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ ന്യൂനപക്ഷങ്ങളടക്കം പാർശ്വവൽക്കരിക്കപ്പെട്ടവരടക്കം അവരൊക്കെ പരിഗണിക്കേണ്ടതായിട്ടുള്ള പല മേഖലകളിലും പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല, വളരെ ഏകപക്ഷീയമായിട്ടുള്ള ഗവൺമെന്റ് തീരുമാനിച്ച ചില പ്രത്യേക പരിഗണനകൾ വെച്ചുള്ള ഒരു ബജറ്റാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് നമ്മുടെ ജനാധിപത്യത്തെയോ നമ്മുടെ ബഹുസ്വരതയെയോ പാലിക്കുന്ന ഒരു ബജറ്റല്ല.